രാജ്യത്ത് 4 ലക്ഷത്തിലധികം കോമൺ സർവീസ് സെൻറ്റർ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ റിനോൾട്ടിൻ്റെ ഓതറൈസ്ഡ് കേന്ദ്രങ്ങളായി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സെൻറ്ററുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലൊരു സെൻറ്ററാണ് നമ്മുടെ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്റർ CSC. അവിടെ നമുക്ക് റിനോൾട്ട് വണ്ടികളുടെ ഓതറൈസ്ഡ് ബുക്കിംഗ് പോയിൻറ്റ് 2022 മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ 2-3 വീഡിയോസ് നമ്മൾ റിനോൾട്ടിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിനോൾട്ടിൻ്റെ തന്നെ എക്കാലത്തെയും പ്രിയങ്കരമായിട്ടുള്ള വാഹനമാണ് റിനോ ഡസ്റ്റർ. അപ്പോൾ ഈ റിനോ ഡസ്റ്ററിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം SG ചാനലിൽ പുതിയ പതിപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ വണ്ടി നമുക്ക് നേരിട്ട് കിട്ടിയപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, കോമൺ സർവീസ് സെൻറ്ററിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോറൂമിൽ പോകുന്നതിനുപരി ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടെ കസ്റ്റമർക്ക് കിട്ടും. അപ്പോൾ ആ കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ്. നാളെ ഇതുവരെ ഏകദേശം 100 വണ്ടികളിലധികം നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ കിടങ്ങന്നൂരിൽ നിന്നും സെയിൽ ചെയ്യുകയുണ്ടായി. അതുപോലെ ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ ഡസ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്കെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പേർട്ട് നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഡസ്റ്ററിൽ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫൈറ്റർ ജെറ്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോക്പിറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. ഗൂഗിൾ ഇൻബിൽറ്റായിട്ട് ഇതിൽ വന്നിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ 17 ഫീച്ചേഴ്സ് വരുന്ന അഡാസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻബിൽറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് നമുക്ക് വണ്ടി ഇത്രയും വലുതാണെങ്കിലും നമുക്ക് വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഡസ്റ്ററിൻ്റെ ഒരു പുതിയ പതിപ്പിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. അതുപോലെ ഇതിൻ്റെ എൻജിൻ പ്രൂവണാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയ ഈ സ്റ്റിയറിംഗ് ഡിസൈനാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്റ്റിയറിംഗിൽ വളരെ ഇൻബിൽറ്റായിട്ട് തന്നെ എല്ലാ കൺട്രോൾസും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ റിനോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഫീച്ചറാണ് ഇതിനകത്തുള്ള ലെതർ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ കൺട്രോൾസുകൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ റിനോ ഡസ്റ്ററിൽ. മുമ്പുള്ള ഡസ്റ്ററിൽ നമുക്ക് ഈ സൺറൂഫ് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം വരുന്ന ഡസ്റ്ററിൽ വളരെ വിശാലമായ ഒരു സൺറൂഫാണ് നിങ്ങൾക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം, ഇതിനകത്ത് ആ സൺറൂഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അറ്റത്തിരിക്കുന്ന പാസഞ്ചറിന് പോലും വളരെ പ്ലസൻ്റായിട്ട് നല്ല റൈഡ്, അതായത് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് റിനോ ഡസ്റ്ററിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗിൻ്റെയും മറ്റു സിഗ്നലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിക്കാൻ റിനോ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന മിറർ, ഓട്ടോ ഫോൾഡിങ്, അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു നെഗറ്റീവ് പറയാൻ ഇതിനകത്ത് ഈ വണ്ടിയിലില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ റിനോയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ബാക്ക് സീറ്റിനെ സംബന്ധിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ബാക്ക് സീറ്റിലെ കംഫർട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഏകദേശം ഒരു 6 അടിക്ക് മുകളിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് ഞാൻ ഇരുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണും, എനിക്ക് അഡ്ജസ്റ്റ് ആയിട്ടാണ് ഈ ഫ്രണ്ട് സീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഏകദേശം അതിൽ കൂടിയ ഒരു ആൾ അത്രയും ഇതായിട്ട് വരാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ചാൽ എന്നിട്ടും നോക്കിക്കോളൂ, ഇതിൻ്റെ ലെഗ് സ്പേസ് നോക്കുക, വളരെ വിശാലമായിട്ട്. ഇത് എത്ര ലോങ് ജേണി വേണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തൈ സപ്പോർട്ടും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളിൽ അപേക്ഷിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബാക്ക് സീറ്റിൽ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ ആ കർവ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് കുറച്ചുകൂടെ നല്ല ഫീലിംഗ് കിട്ടും ഇതിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയ ഡസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നിങ്ങൾ കാണുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. ഏകദേശം 700 ലിറ്ററിനകത്താണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മൾ ഈ പാഴ്സൽ ട്രേ വെക്കുകയാണെങ്കിൽ 518 നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടും. അപ്പോൾ നമുക്കറിയാം, പഴയ ഡസ്റ്ററിനെ അപേക്ഷിച്ച് വളരെ വിശാലമായ ബൂട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബൂട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ പുതിയ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ കാണേണ്ടത്.
അപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടി നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിൽ 163 PS പവറും 280 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 280 Nm ടോർക്ക് നിങ്ങൾക്ക് കാണാൻ കാല് കൊടുത്താൽ വണ്ടി പറന്നാണ് കയറി പോകുന്നത്. അതുകൊണ്ട് ആ ടോർക്ക് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അഡാസ് ഫീച്ചർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ ഓടിക്കാൻ ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി അടുത്തിടെ ഞാൻ ഒരുപാട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം കാറിൽ കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് നമുക്ക് റെനോയിൽ ഈ 1.3 ലിറ്ററിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ 1.3 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ റിനോ പറഞ്ഞിരിക്കുന്ന ഏകദേശം 18.4 സംതിങ് മൈലേജ് നമുക്ക് കിട്ടുവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഡിപ്പെൻസ്, നമുക്കറിയാം നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷനും മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നമുക്ക് ഈ മൈലേജിൻ്റെ കാര്യം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ചെറിയ ഷോർട്ട് വഴിയിൽ കൂടെ തന്നെ നമുക്ക് അനായാസം ഈ വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഈ മറ്റുള്ള വണ്ടിയിലെ കൂട്ട് ഒരുപാട് ഫീച്ചർ വൈസ് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിനോയിൽ ഒരുപാട് ഫീച്ചർ വൈസ് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ അഡാസിൻ്റെ 17 ഫീച്ചേഴ്സിൻ്റെ കാര്യം മുമ്പേ കംഫർട്ട് ലെവലിൽ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സേഫ്റ്റി ഫീച്ചേഴ്സും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ 3 വേരിയൻറ്റിലാണ് ഈ വണ്ടി ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ ഓടിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക്കാണ്, അതുപോലെ തന്നെ മാനുവൽ ടൈപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും.